ഓക്കെ നമുക്കിന്ന് യൂറോ USDൻ്റെ എൻട്രി നോക്കാം. ഓൺ 7th January 2026 ഒരു എൻട്രി നോക്കാം. ഞാനെടുത്ത എൻട്രി ആണ്. അതെനിക്ക് TP അടിച്ചായിരുന്നു. നമുക്ക് പ്രീവിയസ് ആയിട്ടുള്ള കഴിഞ്ഞ 2 ആഴ്ചത്തെ, ഇന്നിപ്പോൾ 17th January ആണ്, സാറ്റർഡേ ആണ്. ഒരു 7th തൊട്ടൊരു 17th വരെയുള്ള ഡേയ്സിൽ ഞാൻ എടുത്ത എൻട്രീസും എനിക്ക് TP അടിച്ചത് SL അടിച്ചതും ഒന്ന് നോക്കാം. അതിനകത്ത് ഓരോന്നോരോന്നായിട്ട് ഞാൻ വരാം. ഓക്കെ, 7th Jan 2026 ഉള്ളത് നമുക്ക് നോക്കാം. യൂറോ USD ആണ്. അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് തുടക്കം മുതൽ സ്റ്റാർട്ട് ചെയ്യാം. മന്ത്ലി ബയാസ് ആണ് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത്. മന്ത്ലി ബയാസ് ഓക്കെ, ഒരു ക്വാർട്ടർലി ഷിഫ്റ്റ് ആണ്. മന്ത്ലി ബയാസിൽ റേഞ്ചാണ് എക്സ്പാൻഷനാണോ നോക്കുക. ഇതൊരു റേഞ്ചാണ് കാണിക്കുന്നത്. ഹൈ ക്രിയേറ്റ് ചെയ്തു, ഒരു റേഞ്ചാണ് കാണിക്കുന്നത് മന്ത്ലി ബയാസിൽ. മന്ത്ലി റേഞ്ചാണ് കാണിക്കുന്നത്. മന്ത്ലി CRT ഉണ്ട്. CRTയിൽ നമ്മൾ കാണിച്ച പോലെ ഇതാണ് CRT. ഓക്കെ, മന്ത്ലി CRT ഹൈ, മന്ത്ലി CRT ഹൈ, ഇത് മന്ത്ലി CRT ലോ, ഇത് CRT ലോ, ഇത് മന്ത്ലി CRTനെ എടുത്തേക്കുന്നത് ഈ OB എടുത്തായിരുന്നു. ഈ OB മാനിപ്പുലേറ്റ് ചെയ്തത് ജസ്റ്റ് നിയറസ്റ്റ് ആയിട്ടുള്ളത്. പിന്നെയുള്ളത് ഇത് ഈ FEG ആണ്. നമുക്ക് FEGയിലേക്ക് വേണമെങ്കിൽ കൊണ്ടുവരാം. FEG കറക്റ്റ് FEGയിലൊന്ന് മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട് മന്ത്ലി FEG. ദെൻ താഴോട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ മന്ത്ലി CRT ബീറിഷാണ് തരുന്നത് നമുക്കൊരു ബയാസ്. മന്ത്ലി കീ ലെവൽ ഹൈൻ്റെ CRT ഹൈൻ്റെ മുകളിലത്തെ കീ ലെവൽ എടുത്ത് തന്നെ താഴോട്ട് വരുന്നു. CRT ലോയിലേക്കുള്ളൊരു മൂവ്മെൻ്റ് ആണ്. ഡീലിംഗ് റേഞ്ച് ആണ് ഇവിടെയുള്ളത്. ഇതാ ഈ ഒരു IFEG ഇവിടെ ഉണ്ട്. ഷോർട്ട് ടൈം ഡ്രോൺ ലിക്വിഡിറ്റി ആയിട്ടൊരു IFEG ഇവിടെ ഉണ്ട്. മന്ത്ലിയിൽ നമുക്കൊരു ബീറിഷ് ബയാസാണ് തരുന്നത് യൂറോ USDയിൽ. ദെൻ മന്ത്ലി നമുക്ക് മാർക്ക് ചെയ്തു. മന്ത്ലി ഇത് രണ്ടുമാണ്. ഇതാണ് റേഞ്ച്. ഹൈ മാർക്ക് ചെയ്തു. ഓക്കെ, നമുക്കത് നേരെ മന്ത്ലിയിലൊരു ബീറിഷ് ബയാസാണ് നമുക്ക് കിട്ടുന്നത്. ബയാസ് നമുക്ക് വീക്കിലിയിലേക്ക് വരാം. വീക്കിലിയിലേക്ക് വരുമ്പം വീക്കിലിയിൽ സെയിം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതൊരു BMS. നെക്സ്റ്റ് BMS നെക്സ്റ്റ് BMS ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇതായിരുന്നു. ഇത് ബോഡി ബ്രേക്ക് കിട്ടണമായിരുന്നു ഇവിടെ. ബട്ട് ഇവിടെ ഒരു നമുക്ക് വിക്ക് കൊണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ആ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിട്ട് എടുത്തിട്ട് തിരിച്ചു വരികയായിരുന്നു ചെയ്തത്, ഈ ബൈ സൈഡ് ലിക്വിഡിറ്റി. ദെൻ അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഇവിടെ പുതിയ റേഞ്ച് ഹൈ ആയി. വീക്ക്ലിയിലൊരു പുതിയ റേഞ്ച് ഹൈ ഇവിടെ ഉണ്ടായത്. അപ്പോൾ ഇനി ഇത് ബ്രേക്ക് ചെയ്താലാണ് നമുക്കതൊരു ഇതൊരു BMS ആയിട്ട് നമുക്കിത് മാറ്റാൻ പറ്റുള്ളൂ, അപ്പിലേക്കുള്ളത് തന്നെ. ഇല്ല, ഇതിനകത്ത് റേഞ്ച് ലോ ആയിട്ട് വരുന്നത് അതാണ്. റേഞ്ച് ഹൈ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. റേഞ്ച് ലോ ആയിട്ട് വരുന്നത് ഇതാണ്. സോ റേഞ്ചിൽ ലോ ഇത്, റേഞ്ച് ഹൈ ഇത്. സോ ഇതിൻ്റെ ഇടയിലാണ് മാർക്കറ്റ്. ഇവിടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു സെക്കൻഡ് കണ്ടീഷൻ MSS ആയിട്ട് കിട്ടും. ഇവിടെ ബ്രേക്ക് ചെയ്താലും സെക്കൻഡ് കണ്ടീഷൻ MSS ആയിട്ട് പിന്നെ ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഒരു ബീറിഷ് ബയാസ് എന്നുള്ള രീതിയിൽ. മന്ത്ലി ബയാസ് ബീറിഷ് ആയതുകൊണ്ട് നമുക്ക് അലൈൻ ചെയ്തു പോകുന്ന ഒരു ബീറിഷ് ബയാസ് എന്നുള്ള രീതിയിൽ. CRT നോക്കുകയാണെങ്കിൽ, വീക്ക്ലി CRT നോക്കുകയാണെങ്കിൽ, വീക്ക്ലി CRT ഈ ക്യാൻഡിൽ
വീക്ക്ലി സി ആർ ടി ലോ ഇതാണ്. പറയാൻ വിട്ടുപോയി, വീക്ക്ലി സി ആർ ടിയിൽ ഒരു എക്സ്പാൻഷൻ കഴിഞ്ഞൊരു റേഞ്ചിലാണ് നിൽക്കുന്നത്. മാർക്കറ്റ് ഒരു റേഞ്ചിങ്ങിലാണ് നിൽക്കുന്നത്. ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോ റിജക്റ്റ് ചെയ്തു, ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോ റിജക്റ്റ് ചെയ്തു, ഹൈ ക്രിയേറ്റ് ചെയ്തു, ഇവിടെ ലോ റിജക്റ്റ് ചെയ്തു. പിന്നെ ഹൈ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി, റേഞ്ച് ഹൈ ക്രിയേറ്റ് ചെയ്തു, മീൻസ് ഹൈ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അവിടെ നമ്മളിങ്ങനെ മുട്ടി നിൽക്കുകയാണ്. ഇനി പുതിയ റേഞ്ചിൻ്റെ ഹൈ ക്രിയേറ്റ് ചെയ്യുമോ ഇല്ലേ എന്നുള്ള ഒരു ഡൗട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ റേഞ്ചിങ് തന്നെയാണ് വീക്ക്ലിയിൽ മാർക്കറ്റ് കാണിക്കുന്നത്. ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെയാണ് മാർക്കറ്റ് കാണിക്കുന്നത്. അപ്പോൾ റേഞ്ചിങ് ആണ്. ഓർഡർ ഫ്ലോ എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. സി ആർ ടി ഇതാണ് വീക്ക്ലി സി ആർ ടി വരുന്നത്. 28 ജൂലൈ വരുന്നതാണ്. അത് മാനിപ്പുലേറ്റ് ചെയ്തത് ഇങ്ങനെ കീ ലെവലിലേക്കാണ്. ഇത് മന്ത്ലി FEG ഉണ്ട് അവിടെ. പോരാത്തതിന് ഇവിടെ നിന്നാണ് വീക്ക്ലി FEG സ്റ്റാർട്ട് ചെയ്യുന്നത്. വീക്ക്ലി FEG ഇന്ന് ജസ്റ്റ് മിറ്റേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് മന്ത്ലി FEG അവിടെ ഉണ്ട്. മന്ത്ലി FEG ആണ് എടുത്തേക്കുന്നത്. വീക്ക്ലി എടുത്തിട്ടില്ല. ഓക്കെ, നമുക്ക് പഴയ പോലെ തന്നെ മന്ത്ലി FEG ആണ് എടുത്തേക്കുന്നത്. മന്ത്ലി FEGയിലേക്ക് മാനിപ്പുലേറ്റ് ചെയ്തേക്കുന്നത്. മന്ത്ലി FEGയിലേക്കാണ് വീക്ക്ലി സി ആർ ടി മാനിപ്പുലേറ്റ് ചെയ്തേക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് താഴോട്ട് വരുന്നു. അപ്പോൾ അതൊരു ബിയറിഷ് ബയസ് ആണ്. അത് 50% അവിടെ എത്തി. ഇനി താഴോട്ട് ബ്രേക്ക് ചെയ്യോ ഇല്ലെന്നുള്ളത് നോക്കാം. വീക്ക്ലിയിലൊരു ബിയറിഷ് ബയസ് തന്നെയാണ് അപ്പോൾ തരുന്നത് നമുക്ക്. ബയസ് തന്നെയാണ്. ഇനി നമുക്ക് ഡെയിലിയിലേക്ക് ഒന്ന് വന്ന് നോക്കാം. ഡെയിലിയിൽ എന്തൊക്കെയാണ് നമുക്ക് തരുന്നതെന്ന് നോക്കാം. ഡെയിലിയിൽ വരുമ്പോൾ ഇവിടെ ഒരു ട്രെൻഡ് കഴിഞ്ഞ് ഇവിടെ ഒരു MS കിട്ടി, നമുക്ക് തിരിച്ച് പുതിയൊരു ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ വരെയുള്ളതാണ് BMS. ദെൻ നെക്സ്റ്റ് BMS ഇവിടെയാണ്. അത് കഴിഞ്ഞിട്ടുള്ള BMS ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബൈ സൈഡ് ലിക്വിഡിറ്റി എടുക്കുകയും ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഇതൊരു എക്സ്പാൻഷനാണ്. എക്സ്പാൻഷനിൽ ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി. ബട്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഹൈ ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല. ബട്ട് അവർ ലോ ബ്രേക്ക് ചെയ്തു. അടുത്ത ഹൈ BMSന് പകരം ഇവിടെ നമുക്കൊരു MSS കിട്ടി. MSS ആണ് നമുക്കിവിടെ കിട്ടിയേക്കുന്നത്. അതും ഫസ്റ്റ് കണ്ടീഷൻ MSS ആണ് കിട്ടിയേക്കുന്നത്. അപ്പം പുതിയൊരു ലോ ക്രിയേറ്റ് ചെയ്തു. നമ്മുടെ ഓർഡർ ഫ്ലോ വരുന്നത് ഹൈ റിജക്റ്റ് ചെയ്ത് ലോ ബ്രേക്ക് ചെയ്തു എന്നുള്ള രീതിയിലാണ് വരുന്നത് ഡെയിലിയിൽ. ഡെയിലി സി ആർ ടി നമുക്ക് നോക്കുകയാണെങ്കിൽ കറൻ്റ്ലി ഇതാണ് സി ആർ ടി. ഡെയിലി സി ആർ ടി ഇതാണ്. ഡെയിലി സി ആർ ടി ഹൈ, ഡെയിലി സി ആർ ടി ലോ. ഇതാണ് ഡെയിലി സി ആർ ടി ഹൈ, ഡെയിലി സി ആർ ടി ലോ. അത് ഏത് ദിവസമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5th ജാനുവരി മൺഡേ ആണ് ആ സി ആർ ടി ക്രിയേറ്റ് ആയത്. ഓക്കെ, ട്യൂസ്ഡേയിൽ എന്താ അവസ്ഥ എന്നുള്ളത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്യൂസ്ഡേ നമുക്ക് മാനിപ്പുലേഷൻ കിട്ടി. മാനിപ്പുലേഷൻ എവിടേക്കാണ് കിട്ടിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സി ആർ ടി ഹൈയിലെ FEG ആണ്. അവിടുത്തെ ലിക്വിഡിറ്റി ഉള്ളത് IFEG ഉണ്ട്. IFEGയിലേക്കാണ് മാനിപ്പുലേഷൻ കിട്ടിയത്. മാനിപ്പുലേഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് താഴോട്ടുള്ളത് എന്നുള്ള രീതിയാണ് നമുക്ക് വരുന്നത്. ട്യൂസ്ഡേ താഴോട്ട് എന്നുള്ള രീതിയാണ് നമുക്ക് നോക്കാം. അപ്പം ബിയറിഷ് ബയാസ് ആണ് തരുന്നത്. നമുക്ക് ബിയറിഷ് ബയാസ് ആണ് തരുന്നത്. ദെൻ ഓക്കെ, നമുക്ക് 7th എന്തായിരിക്കും അവസ്ഥ എന്ന് നോക്കാം. നമുക്ക് ഡെയിലിയിലും ഒരു ബിയറിഷ് ബയാസ് ആണ് നമുക്ക് കിട്ടുന്നത്. നമ്മളിവിടെ വെച്ചത് ഓക്കെ. ഡെയിലി ഈ CRT ലോ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ്. ഡെയിലി
ബയാസ്. ഓക്കെ, ചേട്ടിലോ എടുക്കുകയാണെങ്കിൽ അവരൊരു ഹൈ ഉണ്ടാക്കി, ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് തിരിച്ചു പോവുകയാണെങ്കിൽ 50% ആയി. ഓക്കെ, ഇറ്റ്സ് ഓക്കെ എന്നുള്ള രീതിയിൽ നമുക്കിനി 4 ഹവറിലേക്ക് നോക്കാം. 4 ഹവറിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു 4 ഹവറിൽ ഒരു ഡൗൺ ട്രെൻഡാണ്, ക്ലിയർ ഡൗൺ ട്രെൻഡാണ്. ഒരു ഹൈ റിജക്റ്റ് ചെയ്തു, ലോ ബ്രേക്ക് ചെയ്തു, ഹൈ റിജക്റ്റ് ചെയ്തു, ലോ ബ്രേക്ക് ചെയ്തു, പിന്നെ ഹൈ എത്തി, ഹൈ റിജക്റ്റ് ചെയ്തു. നമുക്ക് അതിൻ്റെ ഒരു ഇത് നോക്കാം, PDR നോക്കാം. ഇതാണ് ലാസ്റ്റ് ഉണ്ടാക്കിയ ഹൈ. അവിടെ നിന്ന് ഇവിടം വരെ വരുമ്പോൾ ഡിസ്കൗണ്ടിലാണോ പ്രീമിയത്തിലാണോ നോക്കാം. ഡിസ്കൗണ്ടിലെത്തി. ഡിസ്കൗണ്ടിൽ ഇവിടെ ഒരു IFEG ആണ് എടുത്തിട്ടാണ് അവിടെ 4 ഹവറിൽ ബയാസിൽ ഹൈ ഉണ്ടാക്കിയിട്ട് താഴോട്ട് വരുന്നത്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ 4 ഹവർ ബയാസിൽ 4 ഹവറിൽ നമ്മുടെ ഡ്രോൺ ലിക്വിഡിറ്റി വരുന്നത് ഇതാണ്. ഡെയിലി CRT ലോ ആണ് ഡ്രോൺ ലിക്വിഡിറ്റി വരുന്നത്. 4 ഹവറിൽ ഒരു ബേറിഷ് ആയിട്ടുള്ള രീതിയിലുള്ള താഴോട്ടുള്ള വരവാണ് കാണിക്കുന്നത്. ആൻഡ് ദ ഡേ എന്ന് പറയുന്നത് വെനസ്ഡേ ആണ്. നമുക്ക് ഡെയിലി പ്രൊഫൈലിൽ എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ മൺഡേ, വീക്ക്ലി പ്രൊഫൈലിൽ മൺഡേ ഇവിടെ ഒരു കീ ലെവൽ എടുത്തു. ഈ കീ ലെവലാണ് എടുത്തത്. അത് കഴിഞ്ഞിട്ട് ട്യൂസ്ഡേ മൺഡേ ഹൈ എടുത്തു, അതും ഒരു കീ ലെവലിലെടുത്തു ഡെയിലിയിലുള്ളത്. എക്സ്പാൻഷൻ വീക്ക് 2 ആണ്. സിറ്റുവേഷനിൽ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ താഴേക്കുള്ള ഒരു മൂവ്മെൻറ്റ് തന്നെയാണ് ഫർദർ ഡേയ്സിലുള്ളത് കാണിക്കുന്നത്. വെനസ്ഡേ 7th വെനസ്ഡേ ഒരു ഫർദർ മൂവ്മെൻറ്റ് താഴേക്കെന്നുള്ള രീതിയിൽ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. നോക്കാം നമുക്ക്. വെനസ്ഡേ 7th നമുക്ക് 5 AM CRT ആണോ നോക്കാം. ഇതിപ്പോൾ 5 AM 1 AM CRT ആണ് ഇതിൻ്റെ ഉള്ളിൽ. കാരണം 5 AM ഉള്ളിലാണ് നിൽക്കുന്നത്. 5 AM 1 AM ഉള്ളിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് 1 AM ആണ് CRT ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യുന്നത്. കാരണം ബ്രേക്ക് ചെയ്തിട്ടില്ലല്ലോ 1 AM. ഓക്കെ, 1 AM CRT ഹൈയും 1 AM CRT ലോയും മാർക്ക് ചെയ്തു. ഇനി ഇതിനകത്ത് ഇവിടെയുള്ള കീ ലെവൽ എന്ന് പറഞ്ഞാൽ ഇതൊരു കീ ലെവലിൽ തന്നെയാണ്. ഇതൊരു FEG തന്നെയാണ്, IFEG തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. നമുക്കത് 50 മിനിറ്റ്സിലേക്ക് മാറ്റാം. 50 മിനിറ്റ്സിലേക്ക് മാറ്റി കഴിയുമ്പോൾ നമ്മുടെ ഇത് നോക്കാം, എങ്ങനെയാണ് മാർക്കറ്റ് പ്രൊഫൈൽ നോക്കാം. ഡെയിലി പ്രൊഫൈൽ എങ്ങനെയാണ് നോക്കാം. ഡെയിലി പ്രൊഫൈലിൽ റേഞ്ചിങ് ആണ്. ഏഷ്യൻ ഒരു റേഞ്ച് ആയിരുന്നു. ലണ്ടൻ ഓപ്പൺ ആ റേഞ്ചിൽ തന്നെ കണ്ടിന്യൂ ആയിരുന്നു. ലണ്ടൻ പക്ഷേ ഇത് രണ്ടും ഒരു കീ ലെവലിലായിരുന്നു. അതായത് 21 എന്ന് പറയുന്നത് 21 ഈ കീ ലെവലിലാണ്. IFEG എന്ന് പറയുന്ന കീ ലെവലിലാണ് ഈ 21 ഉള്ളത് കൊണ്ട് ഡയറക്റ്റ് എക്സ്പാൻഷൻ ആണ് കാണിക്കുന്നത്. ഡയറക്റ്റ് എക്സ്പാൻഷൻ ആണ് വേണ്ടത്. ഡയറക്റ്റ് എക്സ്പാൻഷൻ ആണ്, താഴോട്ട് ഡയറക്റ്റ് എക്സ്പാൻഷൻ വന്നു. ഓക്കെ, ഇതിവിടെ ഒരു റേഞ്ചാണ്. ഈ റേഞ്ച് കഴിഞ്ഞിട്ട് താഴോട്ടുള്ളൊരു എക്സ്പാൻഷൻ തന്നെയാണ്. അപ്പോൾ ഡെയിലി പ്രൊഫൈലിൽ ഒരു എക്സ്പാൻഷൻ തന്നെ, താഴോട്ടുള്ള എക്സ്പാൻഷൻ തന്നെയാണ് കാണിക്കുന്നത്. നമുക്ക് 10 മണിക്കാണ് നമ്മുടെ തുടങ്ങുന്നത്. 9 മണീൻ്റെ പുതിയത് തുടങ്ങി. 10 മണി 9:30 നമുക്ക് ബ്രേക്ക് കിട്ടിയോ നോക്കാം. 9:30 ബ്രേക്ക് കിട്ടിയിട്ടില്ല. ബട്ട് കീ ലെവലിലാണ് ഇത് നിൽക്കുന്നത്. കറൻ്റ്ലി ഒരു കീ ലെവലിലാണ് നിൽക്കുന്നത് മാർക്കറ്റ്. ഈ ഒരു കീ ലെവലിലായതുകൊണ്ട് IFEG നിൽക്കുന്നത് കൊണ്ട് ഡയറക്റ്റ് എക്സ്പാൻഷനാണ്. നമുക്ക് അവിടെ ഒരു എന്തെങ്കിലും 50 മിനിറ്റ്സിൽ എന്തെങ്കിലും അവൈലബിൾ ആയിട്ടുള്ളൊരു പോയിന്റ് ഉണ്ടോ എന്ന് നോക്കാം. ഇതാണല്ലോ. ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഗ്യാപ്പിനെ നമുക്കൊരു ലിക്വിഡിറ്റി പോയിൻ്റായിട്ട് വെച്ചിട്ട് വെക്കാം. ഈ ഒരു ഗ്യാപ്പിനെ ടൈം നോക്കണം. ടൈം ഇപ്പോൾ 9:30 ആയി. 9:30 ആയി കഴിഞ്ഞാൽ 9:45 ഇതുണ്ട്. നമുക്ക് എപ്പോഴാണ് ഇവിടേക്ക് മാർക്കറ്റ് വരുന്നത്? ഇതൊരു 10 മണി ആയിക്കോ. 9:30 ആയി. നമുക്ക് എപ്പോഴാണ് ഇനി ഇവിടേക്ക് മാർക്കറ്റ് വരുന്നത്? അപ്പോൾ അവിടെ നിന്ന് എൻട്രി എന്നുള്ള രീതിയിൽ നോക്കാം, ഷോർട്ട് എൻട്രി. കാരണം എല്ലാം ബീറിഷ് ബയസ് ആണല്ലോ. നമുക്ക് SL ഇതിൻ്റെ മുകളിൽ വെക്കാം. 1:2 നോക്കാം എന്തായിരിക്കും എന്നുള്ള കാര്യം. ഓക്കെ, ഹിറ്റ് അടിച്ചു, TP അടിച്ചു. എത്ര മണിക്കായിരുന്നു എൻട്രി? 10:30 എൻട്രി. എത്ര മണിക്ക് TP? 11 മണിയായപ്പോൾ TP അടിച്ചു. അത് അപ്പോൾ അന്നത്തെ ആ ദിവസത്തെ
ട്രേഡ് ക്ലോസ് ആയി. കാരണം എന്താ, നമുക്കിതിനകത്ത് ജസ്റ്റ് വന്നിരിക്കുന്നത് മാനിപ്പുലേഷന് വേണ്ടി CST ഉണ്ടായിട്ടില്ല. ബട്ട് ഇവിടെ നമുക്കൊരു FEG കിട്ടിയാൽ FEGയുടെ എൻട്രി ടു ബിയറിഷ് ബയാസ് ആയതുകൊണ്ട് നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മളങ്ങനെ ചെയ്യുകയായിരുന്നു ചെയ്തത്.